എൻ്റെ മകളും മരുമകളും ഗർഭിണിയാണ്. മകൾക്ക് 4 മാസം കഴിഞ്ഞ് 5-ാം മാസത്തിലേക്ക് കിടക്കുന്നു. മരുമകൾ 6 മാസത്തിലേക്ക് 6-ാം മാസത്തിലേക്ക് കിടക്കുന്നു. ഞാൻ മർക്കസ് ചെന്നിട്ട് ഉസ്താദിനെ കണ്ടിട്ട് ഞാൻ പറഞ്ഞു, ഉസ്താദെ എൻ്റെ മകളും മരുമകളും ഗർഭിണികളാണ്, അതുകൊണ്ട് ഉസ്താദ് പേര് പറഞ്ഞു തരണം. എന്നോട് പറഞ്ഞു, പ്രസവം കഴിഞ്ഞിട്ടല്ലേ പേര് വെക്കല്? ഞാൻ പറഞ്ഞു, അതെ പ്രസവം കഴിഞ്ഞിട്ടാണ് പേര് വെക്കല്. അത് അപ്പം പറയാം, അല്ല എനിക്ക് നിങ്ങൾ ഇപ്പം പറഞ്ഞു തരണമെന്ന്. ഞാൻ ഉസ്താദിനെ വിട്ടില്ല, കാരണം ഉസ്താദിനെ ചോദിച്ചാൽ കിട്ടുന്നുള്ള എനിക്കറിയാം. ആ ഒരു ഉറപ്പിൻ്റെ അടുത്തുണ്ട്. മറ്റുള്ളവരെ അത് പിന്നെ അറിയാതെ പോവില്ല. ഞാൻ അതല്ല, ഉസ്താദിൻ്റെ അടുത്ത് എനിക്ക് ആവശ്യമുള്ള കിട്ടുന്നുള്ള പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട്. ഉസ്താദിന്റെ കൂടെ കൂടി ഉസ്താദ് പറഞ്ഞ അവസാനം എന്താക്കി, 2 കുട്ടികളെ പേര് പറഞ്ഞു. നേരെ ഇവിടെ വന്നിട്ട് ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, അൽഹംദുലില്ലാ ഉസ്താദ് ഇങ്ങനെയും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഇപ്പം ആരോടും പറയല്ലേ. ഞാൻ പറഞ്ഞു, ഇങ്ങക്കല്ലേ ബേജാറുള്ളൂ, എനിക്കതിൽ യാതൊരു ബേജാറുമില്ല. ആ മക്കൾ അങ്ങനെ തന്നെയാണ്. പ്രസവിച്ച് നോക്കുമ്പോൾ 2 ആൺകുട്ടികളാണ്. ആരാണ് ഉസ്താദിനെ കാണിച്ചു കൊടുത്തത് ആൺകുട്ടികളെ ഗർഭത്തിലുള്ള കുട്ടികൾ എന്നുള്ളത്? ഒന്നിന് 5 മാസമായി, മറ്റൊന്ന് 6 മാസം കഴിഞ്ഞു. ഇത് ഏത് കണ്ണുകൊണ്ടാണ് അവർ കണ്ടത്? ഇതൊക്കെ ഇപ്പോഴും നിന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇതൊക്കെ പറഞ്ഞത് സാധാരണ ഒരു മനുഷ്യനല്ല മഹാനായ സുൽത്താനുൽ മഹ്ഫൂസ്, അത് ഓർമ്മപ്പെടുത്താനും കൂടിയാണ് ഇപ്പം പറയുക. കറാമത്ത് നിഷേധിക്കുന്നവരോടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അതൊക്കെ നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല. മഹാനായ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ സമ്മതപ്രകാരം മദീന മുനവ്വറിൽ വന്ന് ബഹുമാനപ്പെട്ട മുഹമ്മദ് മാലിക് റളിയല്ലാഹു അൻഹു ലക്ഷ്യങ്ങളെ സാക്ഷി നിർത്തിയാണ്ട് പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ സമ്മതപ്രകാരം ഞങ്ങൾ കൊടുക്കാനുള്ളതൊക്കെ ഷെയ്ഖ് അബൂബക്കറിന് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ഷെയ്ഖ് അബൂബക്കറോട് വാങ്ങിക്കോളി. അതാണ് ഷെയ്ഖ് അബൂബക്കർ, അതാണ് മഹാനായ സുൽത്താനും, അതാണ് ഗ്രാൻഡ് മുഫ്തി. ആക്ഷേപിക്കാനോ അല്ലെങ്കിൽ ആരും പ്രയാസപ്പെടുത്താനോ പറയല്ല. അപ്പൊ അല്ലാഹു തആല ഓരോരുത്തർക്കും ഓരോ ദറജ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ദറജ നമ്മൾ അംഗീകരിച്ചു കൊടുക്കുകയാണ് നമ്മുടെ കടമ. അതില്ലെങ്കിലോ മൽഊനാക്കപ്പെട്ട ലഅനത്താക്കപ്പെട്ട ശൈത്താൻ അധപതിച്ചതുപോലെ നമ്മളൊക്കെ അധപതിച്ചു പോകും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാട്ടെ.